ഹേയ്, ഇന്ന് നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ട്രെയിനിങ് സെൻറ്റർ കണ്ടാലോ? ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഈ ട്രെയിനിങ് സെൻറ്ററിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേറൊരു സ്ഥലത്തായിരുന്നു. സോ വെൽക്കം ടു എറ്റ് അനദർ വീഡിയോ വിത്ത് മീ ക്രൂ മലയാളി. ഇതാണ് നമ്മുടെ ക്ലാസ് റൂംസ് കേട്ടോ. ഇപ്പം ഭയങ്കര ഹൈലി ടെക്കാണ്, നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഇത് നമ്മുടെ കോറിഡോഴ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞിട്ട് ബിൽഡിങ്ങിനകത്ത് കയറിയിട്ടാണ് വീഡിയോ എടുക്കുക എന്നുള്ള കോൺസെപ്റ്റിലോട്ടായത്. സോ ഇനി നമുക്ക് മഹാരാജാസിൻ്റെ പഴയ കുറേ പിക്ചേഴ്സും പോർട്രേറ്റ്സും ഒക്കെ അവരവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കാണാം കേട്ടോ. ഇതാണ് നമുക്ക് വെയിറ്റിംഗ് ഏരിയ വരുന്നത്. നമുക്ക് ഇൻ കേസ് ഓഫ് എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് വൈവയ്ക്ക് 2 പേര് വെച്ച് കയറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ടൈമിൽ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനൊക്കെ ഇവിടെ വന്നിരുന്ന് പഠിക്കുകയോ ദെൻ ടീ ഒക്കെ എടുക്കുന്ന സമയത്ത് കോൺവെർസേഷനൊക്കെ ഒരു നല്ലൊരു ഏരിയ ആണ്. ദെൻ അത് കഴിഞ്ഞ് ബ്രേക്ക് ടൈമിൽ ഞങ്ങളൊരു ബ്രേക്ക് എടുത്തപ്പം കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ എക്സാമും വൈവയൊക്കെ കഴിഞ്ഞു, സമാധാനത്തോടെ പാസ്സായി പുറത്തിറങ്ങിയിരിക്കുമായിരുന്നു. ഇനി നമുക്ക് വൈകുന്നേരം ആഫ്റ്റർ സ്ട്രെസ്ഫുൾ ഡേ കഴിഞ്ഞിട്ട് എക്സാമും വൈവൊക്കെ പാസ്സായി, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹിയിൽ ഷോപ്പിങ്ങിന് ഇറങ്ങുവാണ്. ഇവിടെ അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അപ്പം എൻ്റെ കൂടെ ഉള്ളത് എടാ മതിലാണെന്നല്ലോ. വേണമെങ്കിൽ അടിപൊളി എടുത്തോണ്ട് പോടാം. അല്ലേ അമ്മേ ശരിയാ. പുള്ളി വന്നിട്ട് എന്നോട് അപ്പുറത്തുനിന്ന് സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞിട്ട് പുള്ളി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളിരിക്കുന്നത്. പിന്നെ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കഴിയൂലും. ഇത് ആലോചിച്ചൊക്കെ ഒരു 10 മിനിറ്റിന്റെ പോയി കഴിഞ്ഞു. 10 മിനിറ്റ്സ് പോലും ഇല്ല, അതിലും കുറഞ്ഞ ലെസ് ടൈം ആയിരിക്കും എടുത്തു. ഞാൻ കൗണ്ട് കഴിഞ്ഞുകൊണ്ടായിരിക്കും. നിഖിൽ സാറിനോട് എന്നെ പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷെ മറ്റു സാറിനെ കൂടെ കുറച്ചില്ല. ഒന്നാമത് ഞങ്ങൾ അവിടെ ഇരിക്കുന്നതായിരുന്നു മറ്റേ നമ്മുടെ ഡ്രില്ല് വന്നത്. ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. കുതിരയുടെ പൊക്കത്ത് ഗ്രൂമിന് ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന ഒരു ആചാരമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കാണാൻ ഭയങ്കര രസമുണ്ട്. കുതിരയുടെ പൊക്കത്ത് ഗ്രൂം ഇരിക്കുന്നു. ഞാൻ കുറേ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഡൽഹിയിലൊക്കെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ നൈറ്റാണ് വെഡിങ്. സോ നമ്മൾ കേരളത്തിലെ പോലെയല്ല, അവർ ടോട്ടലി ഡിഫറെൻ്റ് ഒരു കൾച്ചറാണ് അവിടെ. അങ്ങനെ അവസാനം ഷോപ്പിങ്ങിന് വേണ്ടി പോയ ആ സ്ഥലത്ത് അതില്ലാഞ്ഞത് കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് മൊമോസൊക്കെ കഴിച്ച് ദെൻ തിരിച്ചു പോകുന്നു. സോ ദാറ്റ്സ് ഇറ്റ്.